2 ദിവസങ്ങൾ കടന്നുപോയി. ഹരിയും അധികം പുറത്തിറങ്ങിയില്ല. പതിവ് പോലെ ജോലിക്കെത്തിയ മീരയെ മിനിസ്റ്റർ വിളിപ്പിച്ചു. എന്താണ് റീസൺ എന്നറിയില്ലെങ്കിലും എന്തോ ഒരു ടെൻഷൻ അവളിലുണ്ടായിരുന്നു. മിനിസ്റ്റർ ഓഫീസിലെത്തി വെയിറ്റ് ചെയ്ത മീരയെ മിനിസ്റ്റർ റൂമിലേക്ക് വിളിപ്പിച്ചു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് കളക്ടർ. എന്തുണ്ട് കളക്ടർ വിശേഷങ്ങൾ? കാര്യങ്ങളൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടോ? യെസ് സർ എന്നവൾ മറുപടി പറഞ്ഞു. ഞാനിപ്പോൾ കളക്ടറിനെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയുമോ? ഇല്ല സർ എന്നവൾ മറുപടി പറഞ്ഞു. ആദ്യത്തെ പോസ്റ്റിംഗ് അല്ലേ, അധികം പ്രായവുമില്ല, കാണാനും സുന്ദരി. ചില റൂമറുകളൊക്കെ ഉണ്ടായേക്കാം, അതൊന്നും അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല. പക്ഷേ ഇവിടെ ഇപ്പം പ്രശ്നം അല്പം വഷളാണ്. മിനിസ്റ്റർ ഒരു പത്രമെടുത്ത് അവളുടെ മുൻപിലിട്ടു. അതിലെ ന്യൂസ് ഒന്ന് വായിക്കൂ. പത്രം കയ്യിലെടുത്ത് അവളുടെ തല കറങ്ങുന്നത് പോലെ തോന്നി. താനും ഹരിയും. ഹരി തന്റെ കയ്യിൽ പിടിച്ച ഫോട്ടോ. കഴിഞ്ഞ ദിവസം ലൈബ്രറിയിൽ വെച്ച് സംഭവിച്ചത്. അതിന് ക്യാപ്ഷൻ, പാർട്ടി പ്രസിഡന്റിന്റെ ഒളിച്ചുകടിയോ അതോ ഇലക്ഷന്റെ പുതിയ അജണ്ടയോ? സർ, ഇത് ഞങ്ങൾ... മീര, എനിക്കിതിൽ പേഴ്സണലി ഒരു പ്രശ്നവും ഉണ്ടായിട്ടല്ല. ഇലക്ഷൻ ക്യാമ്പയിൻ ഒക്കെ തുടങ്ങാറായ ഈ ടൈമിൽ പാർട്ടി സെക്രട്ടറി കൂടിയായ ഹരി ഇതിൽ ഇൻവോൾവ് ചെയ്തത് കുറച്ച് പ്രശ്നമാണ്. ഓപ്പോസിറ്റ് പാർട്ടിക്ക് ഒരു വഴി തുറന്നു കൊടുത്തു എന്ന് വേണേൽ പറയാം. എനിക്ക് ഒരുപാട് പ്രഷറുണ്ട്. ഞാൻ ഹരിയെ കാണുന്നുണ്ട്. ഒന്ന് കരുതിയിരിക്കൂ. പാർട്ടിയുടെ തീരുമാനം എന്താണേലും എനിക്കത് നടപ്പിലാക്കേണ്ടി വരും. ഓക്കെ സാർ എന്നവൾ മറുപടി പറഞ്ഞു. തിരിച്ച് ഓഫീസിലെത്തിയ അവൾക്ക് ഒന്നിലും ശ്രദ്ധിക്കാനായില്ല. 2 ദിവസം ലീവ് എഴുതി കൊടുത്ത് അവൾ ക്വാർട്ടേഴ്സിലെത്തി. അവളുടെ വിഷമം ഊർമിള ചേച്ചിയോട് പറഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ചേച്ചി എന്ന് പറഞ്ഞവൾ കരഞ്ഞു. മോളെ, നീ സമാധാനമായിരിക്കെ, എല്ലാറ്റിനും ഒരു വഴിയുണ്ടാകും. മിനിസ്റ്ററിനെ കാണാനുള്ള കോൾ രവീന്ദ്രനും ഹരിക്കും കിട്ടി. പാർട്ടിയുടെ പ്രഷർ കാരണം ഇങ്ങനെയൊരു കൂടിക്കാഴ്ച അനിവാര്യമായിരുന്നു. ഹരി, എന്താണ് നിനക്ക് പറയാനുള്ളത്? സർ, അതെന്റെ പേഴ്സണൽ കാര്യമാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. അതിലുപരി പേഴ്സണലി ഞങ്ങൾ നല്ല സുഹൃത്തുക്കളുമാണ്. ഒരു മഞ്ഞപ്പത്രത്തിൽ എന്തോ വന്നു എന്ന് കരുതി സർ ഇങ്ങനെ ഞങ്ങളെ ചോദ്യം ചെയ്യുന്നത് ശരിയാണോ? ഹരി, എനിക്ക് നിങ്ങളെ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ബട്ട് ഇത് പാർട്ടിയുടെ ഭാവി തീരുമാനിക്കുന്ന ഒരു കാര്യമായിപ്പോയി. ഒരു പാർട്ടി പ്രവർത്തകൻ നാടിന്, നാട്ടുകാരോട് കുറച്ച് പ്രതിബദ്ധത പുലർത്തണം. അവരുടെ ചില ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. കാരണം നമ്മൾ അവരുടെ പ്രതിനിധികളാണ്. പാർട്ടിയുടെ തീരുമാനം എന്താണെങ്കിലും ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. ഹരി ഒറ്റ വാക്കിൽ മറുപടി നൽകി. ഓക്കെ ഹരി. ഹരി പുറത്ത് വെയിറ്റ് ചെയ്യൂ. ഞാനൊന്ന് രവീന്ദ്രനുമായി സംസാരിക്കട്ടെ. ഹരി പുറത്തിറങ്ങി അമ്മായിച്ചന് വേണ്ടി വെയിറ്റ് ചെയ്തു. മന്ത്രി പറഞ്ഞു, പാർട്ടി തീരുമാനം ഹരി പാർട്ടി പ്രസിഡന്റ് പദവി രാജിവെക്കണമെന്നാണ്. നിങ്ങൾ അവനോട് സമാധാനപരമായി പറയൂ. ഇതിൽ എനിക്കൊരു അഭിപ്രായവുമില്ല. നമ്മളെല്ലാവരും പാർട്ടി പറയുന്നത് കേൾക്കുന്ന പാർട്ടി പ്രവർത്തകർ മാത്രമാണെന്ന് ഞാൻ രവീന്ദ്രനോട് പ്രത്യേകം പറയണ്ടല്ലോ. ഇല്ല സർ, ഞാൻ സംസാരിച്ചോളാം. മന്ത്രി ഓഫീസ് വിട്ടിറങ്ങി വീട് വരെ 2 പേരും ഒന്നും സംസാരിച്ചില്ല. ഹരി മുറിയിലെത്തി. ഒറ്റയ്ക്കിരുന്നു. തലയ്ക്ക് വട്ടുപിടിക്കുന്നത് പോലെ. ഒന്നും ആലോചിക്കാനായില്ല അവന്. ഹാ, നിങ്ങൾ പകൽക്കിനാവ് കാണുകയാണോ? വർഷയുടെ പുച്ഛം കലർന്ന സംസാരം അവന്റെ കാതിലെത്തി. നീ എന്തിനാ എന്നെ ശല്യപ്പെടുത്താൻ വരുന്നേ? പ്ലീസ് ലീവ് മീ അലോൺ വർഷ. ഞാനിപ്പോൾ നിങ്ങൾക്ക് ശല്യമായോ? ഓ, നിങ്ങൾക്കിപ്പോ കൂട്ടിന് പഴയ കാമുകയുണ്ടല്ലോ. നിങ്ങളുടെ ഫോട്ടോ എടുത്തതും പത്രത്തിൽ കൊടുത്തതും ഫേമസ് ആക്കിയതും ഞാനാണ് കേട്ടോ. ആ ക്രെഡിറ്റ് എനിക്ക് തരണം. അവളുടെ ആ മറുപടി അവന്റെ സമനില തെറ്റിച്ചു. നീ എന്റെ ജീവിതം നശിപ്പിച്ചത് പോരെ? അവളുടെ നേരെ അവൻ കൈ ഉയർത്തി പാഞ്ഞെടുത്തു. ഇടയ്ക്കൊരു മതില് പോലെ രവീന്ദ്രൻ കയറി നിന്നു. ഓ, വന്നല്ലോ രക്ഷകർത്താവ്. കേട്ടില്ലേ? നിങ്ങളുടെ മകളെ നന്നാക്കാനല്ലേ എന്നെ അവൾക്ക് കെട്ടിച്ചു കൊടുത്തത്? എന്റെ ജീവിതം വെച്ചാണ് നിങ്ങൾ കളിച്ചത്. ഇപ്പോൾ ഒന്നും അറിയാത്ത ഒരു പാവം പെണ്ണിന്റെ ജീവിതം കൂടി നിങ്ങളുടെ മകൾ നശിപ്പിക്കുന്നു. എനിക്കിനിയും ഒന്നും കണ്ടിട്ട് മിണ്ടാതിരിക്കാനാവില്ല. ഹരി മുറിവിട്ടിറങ്ങി. വാതുക്കലെല്ലാം കേട്ടുകൊണ്ട് അമ്മ നിന്നിരുന്നു. അമ്മയുടെ മുഖത്ത് നോക്കാതെ അവൻ വീടിന് പുറത്തേക്ക് പോയി. കാർ എടുത്ത് മീരയുടെ ക്വാർട്ടേഴ്സിലെത്തിയ ഹരി കോളിംഗ് ബെൽ അടിച്ച് കുറേ നേരം വെയിറ്റ് ചെയ്തു. ആരും വാതിൽ തുറക്കാഞ്ഞിട്ട് അവൻ തിരികെ നടന്നു. ജനലിന്റെ അടുത്ത് കാൽപെരുമാറ്റം കേട്ടപ്പോൾ അവൻ അവിടെ എത്തി. മീര, ലിസൺ ടു മീ. ഞാൻ അറിഞ്ഞതല്ല ഒന്നും. നീ എന്നെ ഒന്ന് മനസ്സിലാക്കൂ. എന്നോടൊന്ന് സംസാരിക്കൂ പ്ലീസ്, അവൻ കെഞ്ചി പറഞ്ഞു. ഹരി, പ്ലീസ്, നിങ്ങൾ തിരിച്ചു പോകൂ. എന്നെ ഇനിയും ബുദ്ധിമുട്ടിക്കരുത്. അത്രയും മാത്രം അവൾ മറുപടി നൽകി. ഹൃദയം തകരുന്ന വേദനയിൽ അവൻ തിരികെ നടന്നു. രാത്രി വളരെ വൈകി വീട്ടിലെത്തിയ ഹരിയെ കാത്ത് രവീന്ദ്രൻ വീട്ടിലുണ്ടായിരുന്നു. അവനെ വിളിച്ച് അയാൾ റൂമിൽ ചെന്നു. ഹരി, തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ല. നീ എൻ്റെ മകളോട് ക്ഷമിക്കൂ. അവൾക്ക് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം. ഇതുവരെ സംഭവിച്ചതൊക്കെ പോട്ടെ.
ഇനി നമുക്ക് ഇതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. മന്ത്രി പറഞ്ഞത് പാർട്ടിക്ക് നിന്റെ രാജിയാണ് വേണ്ടതെന്ന്. നീ അത് കൊടുക്കണം. ഈ പ്രോബ്ലംസ് ഒക്കെ മാറുമ്പോൾ നമുക്ക് പിന്നെയും പാർട്ടിയിൽ കയറാം. പിന്നെ വർഷ, ഞാൻ അവളെ ഡി അഡിക്ഷൻ സെൻ്ററിൽ അയക്കാൻ തീരുമാനിച്ചു. അവളെ നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ മീര, അവൾക്ക് ട്രാൻസ്ഫറാണ് ഹരിയാനയിലേക്ക്. അയാൾ പറഞ്ഞു നിർത്തി. ഹരിയുടെ മുഖത്ത് നേരിട്ടിരുന്ന ദേഷ്യം അതുപോലെ തന്നെയുണ്ട്. നീ എന്താ ഒന്നും പറയാത്തത്? ഹരി മുഖമുയർത്തി രവീന്ദ്രനെ നോക്കി. അവൻ്റെ കണ്ണുകളിലെ തീ അയാൾ കണ്ടു. ഇനി എൻ്റെ തീരുമാനം ഞാൻ പറയാം, കേട്ടോളൂ. വർഷ എനിക്ക് മ്യൂച്വൽ ഡിവോഴ്സ് തരണം. ഞാൻ ഈ പാർട്ടി പറഞ്ഞത് കേൾക്കാം. ഇല്ലെങ്കിൽ ഞാൻ പാർട്ടി സ്ഥാനം ഒഴിയുകയില്ല. പകരം നിയമപരമായി ഇതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്യും. എന്നെ പിണക്കുന്നത് പാർട്ടിക്കും നല്ലതാവില്ല. അവൻ്റെ സ്വരത്തിലെ ഭീഷണി അയാൾക്ക് മനസ്സിലായി. പാർട്ടിയുടെ പല കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണ് ഹരി. എന്തു ചെയ്യണമെന്നറിയാതെ രവീന്ദ്രൻ പകച്ചു നിന്നു. അവൻ തന്റെ കയ്യിലിരുന്ന ഡിവോഴ്സ് എഗ്രിമെന്റ് പേപ്പേഴ്സ് മേശപ്പുറത്തിട്ടിട്ട് അമ്മയുടെ മുറിയിലേക്ക് പോയി. മകന്റെ വരവും കാത്ത് ആ അമ്മ കട്ടിലിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അമ്മയുടെ മടിയിൽ കിടന്ന് അവനൊരു കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞു. എന്നാലും മീര എന്നെ ഒന്നും വിശ്വസിക്കുന്നില്ലല്ലോ അമ്മേ എന്നവൻ കരഞ്ഞു പറഞ്ഞു. മകന്റെ വിഷമം ആ അമ്മയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എങ്ങനെയൊക്കെയോ നേരം പുലർന്നു. രവീന്ദ്രൻ ഹരിയെ വെയിറ്റ് ചെയ്ത് മെയിൻ ഹാളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അയാളെ കണ്ട ഭാവം നടിക്കാതെ അവൻ പുറത്തേക്കിറങ്ങി. ഹരി, ഒന്ന് നിൽക്കൂ, രവീന്ദ്രൻ വിളിച്ചു. ഇതാ നീ ആവശ്യപ്പെട്ട മ്യൂച്വൽ ഡിവോഴ്സ് പേപ്പേഴ്സ്. വർഷ സൈൻ ചെയ്തു. ഇനി അവൾ നിന്നെ ബുദ്ധിമുട്ടിക്കില്ല, ഞാൻ ഉറപ്പു തരുന്നു. തന്റെ കാതുകളെ വിശ്വസിക്കാമോ എന്ന് അവന് സംശയം തോന്നി. തിരിഞ്ഞു നോക്കാതെ അവൻ മറുപടി നൽകി. രാജിക്കത്ത് ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്. രവീന്ദ്രന്റെ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങി അവൻ കാറുമെടുത്ത് പുറത്തുപോയി. എങ്കിലും വർഷ സൈൻ ചെയ്തു എന്നവന് വിശ്വസിക്കാനായില്ല. സമാധാനമില്ലാത്ത നാളുകളായിരുന്നു കല്യാണത്തിന് ശേഷം. ഇനിയെങ്കിലും അല്പം സമാധാനം വേണം. അവൻ ആ ഫയലുമായി ലോയറിനെ കാണാൻ പോയി. കോളിംഗ് ബെൽ കേട്ടുവന്ന മീര കണ്ടത് ഹരിയുടെ അമ്മയെയാണ്. ഹരിയോടുള്ള പരിഭവം അമ്മയോട് കാണിക്കേണ്ടതല്ലോ. അവൾ ആയമ്മയെ സ്വീകരിച്ചിരുത്തി. മോളെ മീര, നിന്നെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നിന്റെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ മോന് വേണ്ടി ദൈവം നിന്നെ ഒരുക്കി തന്നിട്ടും ഞങ്ങളത് തട്ടിത്തെറിപ്പിച്ചു. ഞങ്ങളുടെ തെറ്റിന് നീ ഹരിയോട് ക്ഷമിക്കണം. അവന്റെ സന്തോഷം ഞങ്ങളായിട്ട് നശിപ്പിച്ചു. എന്റെ കുഞ്ഞിന്റെ മുഖത്ത് ചിരി മാഞ്ഞു പോയിട്ട് വർഷങ്ങളായി. അവൻ വീണ്ടും ചിരിച്ചു തുടങ്ങിയത് മോള് തിരികെ വന്നതിനു ശേഷമാണ്. അവന്റെ ഭാര്യ വർഷ ഒരു അഹങ്കാരിയാണ്. അവളാണ് മോളോട് ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്റെ കുഞ്ഞിനോട് മോള് ക്ഷമിക്കണം. ഞാൻ കാല് പിടിക്കാം. അമ്മയുടെ ശബ്ദമിടറി. കണ്ണുകൾ നിറഞ്ഞു. അയ്യോ അമ്മേ, എനിക്കൊരു പരാതിയും പരിഭവവുമില്ല. ഹരിയോട് മിണ്ടാൻ പേടിയായിരുന്നു. പഴയതൊന്നും മറക്കാനായിട്ടല്ല, പക്ഷേ ഹരിയുടെ ജീവിതത്തിൽ ഞാനൊരു ഭാരമാകരുത് എന്ന് വിചാരിച്ചിരുന്നു. അവന്റെ ജീവിതം ഇങ്ങനെയായിരിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല. അമ്മ സമാധാനമായിരിക്കും. എനിക്ക് ആരോടും പരിഭവമില്ല. ആ അമ്മയുടെ മനസ്സ് നിറഞ്ഞു. ഈ കുട്ടിയെയാണല്ലോ ദൈവമേ അന്ന് തള്ളിക്കളഞ്ഞത്. ആ അമ്മയുടെ മനസ്സ് തേങ്ങി. നാളെ കഴിഞ്ഞ് എനിക്ക് ട്രാൻസ്ഫറാണ് ഹരിയാനയിലേക്ക്. ഇനി ഹരിക്ക് എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, അവൾ പറഞ്ഞു. ചായയുമായി ഊർമിള കടന്നു വന്നു. അമ്മ ചായ കുടിക്കൂ. മീര ചായ എടുത്ത് അമ്മയ്ക്ക് കൊടുത്തു. വക്കീലിനെ കാണാൻ പോയ ഹരി തന്റെ ബാല്യകാല സുഹൃത്തും ലോയറുമായ മനുവിനെയാണ് കണ്ടത്. മനു പറഞ്ഞു ഒരു 6 മാസം കൊണ്ട് ഡിവോഴ്സ് റെഡിയാകുമെന്ന്. മ്യൂച്വൽ ഡിവോഴ്സിന്റെ പേപ്പേഴ്സ് റെഡിയാക്കിയതും രവീന്ദ്രനോട് രാജിക്കത്തിന് പകരം ഡിവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെട്ടതുമെല്ലാം മനുവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. 1-2 പ്രാവശ്യം കോടതിയിൽ വരേണ്ടി വരും, അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി വർഷ പ്രശ്നമുണ്ടാക്കിയാലും ഫലമില്ല. അവൾ അഡിക്റ്റ് ആണെന്ന് തെളിയിക്കുന്ന രേഖകളും പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ രേഖകളും എല്ലാം ഒക്കെയായി ഒരുപാട് തെളിവുകൾ മനു കരുതിയിരുന്നു. എത്രയും പെട്ടെന്ന് ഹരിയെ സ്വതന്ത്രനാക്കാൻ മനു എല്ലാ വഴികളും നേരെയാക്കി. തിരികെ വീട്ടിലെത്തിയ ഹരിയെ കാത്ത് രവീന്ദ്രനും വർഷയും കാത്തു നിന്നിരുന്നു. വർഷയെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോവുകയാണ്. അവൾക്ക് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അതാണ് വെയിറ്റ് ചെയ്തത്, രവീന്ദ്രൻ പറഞ്ഞു നിർത്തി. അവന്റെ അടുക്കലേക്ക് നടന്നെടുത്ത വർഷ താലിമാല അവന് നേരെ നീട്ടി. ഇഷ്ടമില്ലാതെ എനിക്ക് ചാർത്തി തന്നത് ഞാൻ നിങ്ങൾക്ക് തിരികെ തരുന്നു. ഇനി തമ്മിൽ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ക്ഷമ ചോദിച്ച ശീലമില്ല, അതുകൊണ്ട് അത് പ്രതീക്ഷിക്കണ്ട. അവൾ നടന്ന് കാറിനുള്ളിൽ കയറി. രവീന്ദ്രൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഒരു കൊടുങ്കാറ്റ് കടന്നു പോയതുപോലെ അവന് തോന്നി. ആ കാർ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ അവൻ നോക്കി നിന്നു. അന്ന് രാത്രി അവന് നന്നായി ഉറങ്ങാൻ സാധിച്ചു. രാവിലെ മൊബൈലിൽ ഒരു കോൾ വന്നു. മീരയാണ്. അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹായ് മീര. ഹരി, ഒന്ന് കാണണം. എനിക്ക് ഹരിയെയാണ് കാണേണ്ടത്, പാർട്ടി സെക്രട്ടറിയെ അല്ല.
ഇല്ല മീര, ഞാൻ പാർട്ടിയെയും പാർട്ടി എന്നെ ഉപേക്ഷിച്ചു. ഓ സോറി, അത് ഞാൻ അറിഞ്ഞില്ല. മീരയ്ക്ക് ട്രാൻസ്ഫർ ആണല്ലേ, അതും ഞാൻ കാരണം? അങ്ങനെയൊന്നുമില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥ എപ്പോഴും ഇങ്ങനൊരു മാറ്റം പ്രതീക്ഷിക്കണം. ഞാൻ ഫ്രീ ആണ്, ഒന്ന് പുറത്ത് കാണാൻ പറ്റുമോ? എവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി മീര. ഒളിക്യാമറകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമായിക്കോട്ടെ ഹരി. ബീച്ചിൽ വരാൻ പറ്റുമോ? ഓ ഷുവർ മീര, 3 മണിക്ക് വരൂ. ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ കട്ടായി. സമയം 3 മണി. ബീച്ചിൽ അവിടെ ഇവിടെയായി ആളുകളുണ്ട്. ദൂരെ ഒരിടത്ത് മീരയിരിക്കുന്നത് ഹരി കണ്ടു. അവളുടെ അടുത്തേക്ക് നടന്നെടുക്കുമ്പോൾ അവന് നെഞ്ചെടുപ്പ് കൂടുന്നത് പോലെ തോന്നി. ഹരി വന്നോ? മീര എഴുന്നേൽക്കാനാഞ്ഞു. വേണ്ട മീര, കുറച്ചു നേരം ഞാനും കൂടി ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല എന്നവൾ മറുപടി പറഞ്ഞു. മീര, ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു, എന്നോട് ക്ഷമിക്കൂ. പലപ്പോഴും നിന്നെ ആശിപ്പിച്ച് പറ്റിച്ചു എന്ന കുറ്റബോധം എന്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. അതൊക്കെ വിട് ഹരി, ഒന്നും നമ്മുടെ കുറ്റമല്ലല്ലോ. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അതാവാം ഇങ്ങനെയൊക്കെ. ഞാൻ നാളെ കഴിഞ്ഞ് ഹരിയാനയ്ക്ക് പോവും. ഇനി ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമോ എന്നറിയില്ല. പഴയ ഹരിയെ ഒന്ന് കാണണമെന്ന് എനിക്ക് തോന്നി. അതാണ് എന്നെ ഇവിടെ എത്തിച്ചത്. മീര, എനിക്ക് കുറച്ച് സമയം തരൂ. എല്ലാ കുരുക്കുകളും ഊരിയെറിഞ്ഞ് നിന്റെ കൂടെ ഞാനും വരട്ടെ. ഹരിയുടെ ആ ചോദ്യം അവളുടെ കണ്ണു നിറയിച്ചു. പഴയ ഹരിയെ അവൾ കണ്ടു. നിനക്ക് വേണ്ടി ഞാൻ എത്രനാൾ വേണമെങ്കിലും കാത്തിരിക്കാം. പക്ഷെ ഇനി അങ്ങോട്ട് നീ കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പ് എനിക്ക് വേണം. മീരയുടെ വാക്കുകൾ ഹരിക്ക് സന്തോഷമുളവാക്കി. അവളുടെ കൈയിൽ തന്റെ കൈ ചേർത്ത് വെച്ച് അവൻ പറഞ്ഞു, ഇനി ഈ ജന്മം ഹരി മീരയ്ക്കുള്ളതാണ്. ഞാനുണ്ടാവും നിന്റെ കൂടെ എന്നും. അവൾ പതിയെ അവന്റെ തോളിൽ ചാഞ്ഞു. തീരത്തെ ചുംബിക്കുന്ന തിരമാലകൾ അവരെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലെ തോന്നി. കൂടെയുണ്ടെന്ന വാക്കിലല്ല, കൂടെയുണ്ടെന്ന തോന്നലിലാണ് പല പ്രണയങ്ങളും നിലനിൽക്കുന്നത്. ശുഭം.